നമുക്ക് തലയോലപ്പറമ്പിലേക്ക് പോകാം. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നത്. ഷൈജു, അവിടേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ടോ? എത്ര മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക? ദിവ്യ, മൃതദേഹം എത്തിച്ചിട്ടില്ല. മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനുശേഷമാകും അവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കുക. 9 മണിയോടുകൂടിയാകും മൃതദേഹം ഇവിടെ എത്തുക. ഇവിടെ എത്തിച്ചാൽ അവിടെ തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ പൊതുദർശനം ഉണ്ടാകും. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തി 11:30 എല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ബന്ധുക്കൾ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഇക്കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന് സമീപത്താണ് സംസ്കാര ചടങ്ങ് നടക്കുക. വീടിന് തൊട്ട് മുകളിലുള്ള ഒരു പറമ്പിൽ പന്തലിട്ടിട്ടാണ് ഈ പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 9 മണിക്ക് ആരംഭിക്കുന്ന പൊതുദർശനത്തിൽ വലിയ ജനാവലി ഇവിടേക്ക് എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ആണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. മൊബൈൽ മോർച്ചറിയിലേക്ക് മൃതദേഹം എത്തിച്ച് പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന് മുന്നിലുള്ള കസേരയൊക്കെ നിരത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഉണ്ടാവുക. തൊട്ടടുത്തുള്ള ഒരു ചെറിയ പറമ്പിലാണ് പന്തലിട്ട് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതനുസരിച്ചാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് 11:30 പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നടക്കുന്നത്. വീടിന് തൊട്ടടുത്തുള്ള പറമ്പ് വൃത്തിയാക്കി അവിടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 5 സെന്റിനകത്ത് ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള സംഗതികളിൽ വലിയ പരിമിതി നേരിടുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ വലിയ ഒരു അത്താണി ബിന്ദു ഒരു 300 രൂപയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുമാനം കൂടി നിലച്ച് 2 കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലായ ഒരു വീടാണ് ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, ഈ ബിന്ദുവിൻ്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിനെ സഹായിക്കണം, ഈ കുടുംബത്തെ സഹായിക്കണം എന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുകൊണ്ട് നേരത്തെ ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് അത് പറയുകയും ചെയ്തിരുന്നു. കാരണം ആ സമയത്ത് ഈ അപകടമുണ്ടാകുന്ന സമയത്ത് ബിന്ദു ഇതിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരം, ബിന്ദുവിനെ കാണാനില്ല എന്ന വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ഈ മരണകാരണം അനാസ്ഥയാണ് എന്ന കാര്യം അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. ആ വകുപ്പ് മന്ത്രി തന്നെ ഒന്ന് കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി അവിടെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി എത്തിയതിൻ്റെയും ഗുണം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കളക്ടർ പോലും ഇതുവരെയും ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. ആ അർത്ഥത്തിലുള്ള ഒരു അനാസ്ഥ കൂടി അദ്ദേഹം ഒരു പരാതിയായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രയാസപ്പെടുന്ന കുടുംബത്തെ സഹായിക്കണം എന്ന ഒരു കാര്യം അദ്ദേഹം പങ്കുവെക്കുമ്പോഴും എന്ത് തന്നാലും ആ നഷ്ടം തങ്ങൾക്ക് നികത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്. താനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ മകൾക്ക് കൂട്ടിരിക്കുന്ന സമയത്ത് ഈ രക്തപരിശോധനയ്ക്കായി അതിൻ്റെ സാമ്പിളുമായി പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതനുസരിച്ച് താൻ കൂടി അവിടെ പോലീസിനോടും മറ്റ് സംവിധാനങ്ങളോടും ഒക്കെ തന്നെയും ഈ ബിന്ദുവിനെ കാണാനില്ല എന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അറിയിച്ചിട്ടും ബന്ധപ്പെട്ടവർ ആ സമയത്ത് അതൊന്ന് അന്വേഷിക്കാനോ അത് പരിശോധിക്കാനോ സന്നദ്ധമായില്ല. അത് പരിശോധിക്കുകയോ അത് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു എന്ന ഒരു പരാതി കൂടി അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു രോഷവും പ്രതിഷേധവും ഒക്കെ ഉള്ളിൽ അടക്കി പിടിച്ചാണ് നാട്ടുകാരും ഇവിടെയുള്ളത്. ദിവ്യ. യെസ്.